ഇനി ഞാൻ അധികകാലം നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല ജോണി. എന്താ നീ പറഞ്ഞേ? ഒരുപാട് പഴകിപ്പോയെന്ന് ഡോക്ടർ അച്ഛനോട് പറഞ്ഞു. മരിക്കാൻ എനിക്ക് പേടിയില്ല. പക്ഷേ ജീവിച്ചിരിക്കുന്നവരെ കുറിച്ച് ആലോചിക്കുമ്പോ എന്താ നീ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. മോൻ ആശുപത്രി കിടന്നപ്പോ അവന് കൊടുക്കാൻ വേണ്ടിയാ എന്റെ ബ്ലഡ് എടുത്തത്. അതുകൊണ്ട് ഇപ്പോഴെങ്കിലും അറിഞ്ഞു. അങ്ങനെ എളുപ്പത്തിലൊന്നും ഞാൻ അവളെ മരിക്കാൻ വിട്ടുകൊടുക്കത്തില്ല അച്ചോ. എന്റെ 4 കുഞ്ഞുങ്ങളെ തള്ളയച്ചോ അവള്. അവള് പോയാ പിന്നെ അതുങ്ങൾക്കാരുണ്ട്? എനിക്കാരുണ്ട്? അനാഥാലയത്തിൽ ഭക്ഷണവും സംരക്ഷണവും ഉണ്ടായിരുന്നു. അതൊക്കെ വേണ്ടാന്ന് വെച്ച് ഭാവിയിലോട്ടൊന്നും നോക്കാതെ 14 കൊല്ലത്തിന് മുമ്പ് എന്റെ കൂടെ ഇറങ്ങി തിരിച്ചടാച്ചോ അവള്. അവളെ ഞാൻ മരിക്കാൻ വിടില്ല, ചികിത്സിപ്പിക്കും. എനിക്കുള്ളതൊക്കെ വിറ്റിട്ടാണ് അങ്ങനെ. അല്ലെ കടം വാങ്ങിക്കും, അതുപോലെ ഇരക്കും. അല്ലെ ഞാൻ മോട്ടിക്കും അച്ചോ, മോട്ടിക്കും. എന്നാലും ഞാൻ മരണത്തിന് വിട്ടുകൊടുക്കില്ല, ഉറപ്പാ. വിൽക്കാൻ നിന്റെ കയ്യിൽ എന്താ ജോലി ഉള്ളത്? ഈ പറഞ്ഞ 14 വർഷത്തിൽ ഒരിക്കലെങ്കിലും നീ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? കട്ടും മോഷ്ടിച്ചും കടം മേടിച്ചും ഒരു മാറാരോഗ്യ ചികിത്സിക്കാന്ന് വെച്ചാൽ അത് നടപ്പുള്ള കാര്യമാണോ? നിനക്ക് ചെയ്യാൻ കഴിയുന്ന ഒന്നേ ഉള്ളൂ. ഇനിയുള്ള കാലമെങ്കിലും സ്വസ്ഥമായിട്ട് ജീവിക്കാൻ നീ അവളെ അനുവദിക്കുക. അവൾക്ക് സമാധാനം കൊടുക്കുക, അവൾക്ക് സന്തോഷം കൊടുക്കുക. എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാണച്ചോ. ജോണി, നീ കൂടുതലൊന്നും ചെയ്യാനില്ല. ആദ്യം കുടി നിർത്തുക. ബുദ്ധിമുട്ടാണല്ലേ? ആണോ? കക്കാനും പിടിച്ചു പറിക്കാനും ഛർദ്ദിച്ച് വഴി കിടക്കാനും ഒക്കെ എളുപ്പാ. ഇല്ലച്ചോ, ഇല്ല. നിങ്ങൾ രണ്ടുപേരെയും തമ്പുരാനെ സാക്ഷി നിർത്തി ഞാൻ പറയാ, എന്റെ 4 കുഞ്ഞുങ്ങളാണ്, എന്റെ ആനിയാണ്. ഞാനിനി കുടിക്കലച്ചോ, സത്യം. ഏത് ഡോക്ടർ ചികിത്സിച്ചാലും ദൈവം കൂടെ ഉണ്ടെങ്കിലേ ചികിത്സ ഫലിക്കും. നിങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിക്കണം എന്റെ ആനിക്ക് വേണ്ടി. പേടിത്തിരി ഓടിപ്പോയി. വണ്ടി ഒന്ന് നിർത്താമോ?
തളരരുത്. ജോണി തളർന്നാൽ എനിക്ക് ഒറ്റയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. എനിക്കെന്റെ കുഞ്ഞുങ്ങളെ കണ്ട് കണ്ട് കൊതി തീർന്നില്ല ജോണി. എനിക്കവരെ സ്നേഹിച്ചു മതിയായില്ല. എനിക്ക് ജീവിക്കണം. ഒരുപാട് വർഷത്തെ ജീവിതം ഇനി ഒരു വർഷം കൊണ്ട് ജീവിക്കണം. ഒന്ന് പൊറോട്ട എടുത്തേ. ആ നീയാണോ? വണ്ടി കുറച്ച് പൊറോട്ട എടുക്കാ കേശവാ. നിന്റെ വണ്ടിക്കൂല്ലേടാ റിവേഴ്സ് ഗിയർ, നീ എടു പൊറോട്ട്. ആ തമാശകളാ. എനിക്കാണെങ്കിൽ ഒത്തിരി പൊറോട്ട എടുക്കണം. താൻ ഒന്നും ഒതുക്കി തന്നാ എനിക്കങ്ങ് പോയിരുന്നു. എന്നാ അവിടെ കിടന്നോ. എനിക്ക് പോയിട്ടേ ഒരത്യാവശ്യമില്ല. കേശവ, എനിക്ക് പോയിട്ട് അത്യാവശ്യം ഉണ്ടെന്ന്. നീ വണ്ടി ഒന്ന് മാറ്റേ. എടാ, കേശവന്റെ വണ്ടി അങ്ങനെ കണ്ട ചെറ്റകൾക്കൊന്നും വഴിമാറി കൊടുക്കാറില്ല. നീ വലിയ ഹീറോ അല്ലേ, ഇടിച്ചു മാറ്റിയിട്ട് പോടാ. കേശവ, കണക്ക് പറയാനുള്ള സമയമല്ല ഇത്. എനിക്ക് പോയിട്ട് തിരക്കൊണ്ടെന്നാ ഞാൻ പറഞ്ഞേ. മര്യാദയ്ക്ക് നീ വണ്ടി മാറ്റുന്നോ അതോ എന്റെ തനി ഗുണം ഞാൻ കാണിക്കണോ? തനി ഗുണം കാണിച്ചവനൊക്കെ കേശവന്റെ ഇന്ന് അപ്പ കിട്ടിയിട്ടുണ്ട്. നിന്റെ മോൻ എന്റെ വണ്ടിയുടെ ചില്ലെറിഞ്ഞ് പൊട്ടിച്ചപ്പോ ഞാൻ അവന്റെ പേര് കുറിച്ചിട്ടതാ. വണ്ടി അബദ്ധത്തിൽ മുട്ടിയൊന്നുമല്ലടാ, ഞാൻ മുട്ടിച്ചതാ. വീഴ്ച കണ്ടപ്പോ തീർന്നു എന്ന് വിചാരിച്ചത്, പക്ഷെ ചത്തില്ല. ആയുസിന്റെ ഒരു ബലേ. കൊച്ചുവെളുപ്പാങ്കാലത്ത് പരിപാടി വണ്ടി കിട്ട ചെയ്യാതെ എവിടെ പോയി? ജോണി, ജോണി, മനുഷ്യ, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങും എന്നരളിച്ചത സകലത്തിന്റെ നാഥനായ ദൈവം നിന്നെ ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടെ അവസാന ദിവസം തന്റെ വലത്ത് ഭാഗത്ത് നിർത്തട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥും പിതാവും പുത്രനും പരിശുദ്ധാത്മായ സർവേശ്വര. കർത്താവേ, എന്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ. എന്റെ അപേക്ഷ നീ കേൾക്കണമേ.
ഇക്കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ ഞാൻ ആലോചിക്കായിരുന്നു, എന്റെ മരണശേഷം എന്റെ കുഞ്ഞുങ്ങൾ അനാഥരായി വഴിയിൽ അലയരുത്. ഞാൻ കൂടി ഇല്ലാതാവുമ്പോ കിടപ്പാടം പോലും ഇല്ലാത്ത അവരും പിച്ചക്കാരും തമ്മിൽ എന്താ വ്യത്യാസം? ആഹാരം, കിടപ്പാടം, വിദ്യാഭ്യാസം, സ്നേഹം, ഇതൊക്കെ അവർക്ക് കൊടുക്കാൻ പറ്റിയ ആരെങ്കിലും നിങ്ങൾ എന്നെ സഹായിക്കണം. ഫാദറിന് ഒരുപാട് ബന്ധങ്ങളൊക്കെ ഉള്ളതല്ലേ. എന്റെ കുഞ്ഞുങ്ങളെ ഓരോ വീടുകളിൽ എത്തിക്കാൻ പറ്റുമോ? വീടുകളെന്ന് പറയുമ്പോ അഡോപ്ഷൻ, കുട്ടികളെ ദത്തെടുത്ത് വളർത്താൻ താല്പര്യമുള്ളവരുണ്ടാവുമല്ലോ. പള്ളിയിൽ നിന്ന് കിട്ടുന്ന ശമ്പളം കൊണ്ട് നമുക്ക് ഇത്രയും പേർക്ക് കഴിഞ്ഞുകൂടാൻ പറ്റുമോ? നിങ്ങളും വളർന്നു വരികയല്ലേ. വട്ടപ്പാറ അച്ഛൻ അമ്മയ്ക്ക് വേറൊരു ജോലി ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. എവിടെ അമ്മേ? അത് കുറെ ദൂരെയാ, ജർമ്മനിയില്. അപ്പൊ ഞങ്ങളെയും കൊണ്ടുപോകത്തില്ല ജർമ്മനിയില്? കുട്ടികളെ കൊണ്ടുപോകാൻ അവര് സമ്മതിക്കുന്നില്ല. അത് പറ്റില്ല, അങ്ങനെ ഞങ്ങൾ അമ്മേനെ ഒറ്റയ്ക്ക് വിടത്തില്ല. അമ്മ പോയാ പിന്നെ മോനുനെ ആരാ നോക്കുന്നേ? മോനുനെ അമ്മ വേറൊരു വീട്ടിലേൽപ്പിക്കും. അവര് വളർത്തിക്കോളും. നിങ്ങളുടെ കാര്യവും അമ്മ തീരുമാനിച്ചിട്ടുണ്ട്. ചാച്ചനും അമ്മയും ഇല്ലാതെ നിങ്ങൾക്കിവിടെ കഴിയാൻ പറ്റുമോ? ഓരോ മക്കൾക്കും ഓരോ വീട്, ഒരുപാട് സ്നേഹമുള്ള ചാച്ചനും അമ്മയും, നല്ല ആഹാരം, നല്ല വസ്ത്രം, നല്ല സ്കൂള്. ഞങ്ങൾക്ക് വേറെ എവിടെയും പോണ്ട, അമ്മയുടെ കൂടെ കഴിഞ്ഞാ മതി. മീനു, എന്താ മോളെ? അമ്മ എന്തിനാ ഞങ്ങളുടെ നോണ്ട പറയുന്നേ? ജർമ്മനി പോവാന്നൊക്കെ സുഖമില്ലാത്തോണ്ടല്ലേ? അമ്മ മരിച്ചു പോവെന്ന് വിചാരിച്ചിട്ടല്ലേ? എന്താ ചേച്ചി, എന്തിനാ അമ്മ കരയുന്നേ? ആളാരാണെന്ന് മനസ്സിലായല്ലോ അല്ലേ? ഐ എം ഡോക്ടർ ഡേവിഡ്. ഇത് വൈഫാണ് മിനി. അകത്തേക്കിരിക്കാം. വരൂ.
ആനി, അവർക്കിപ്പോ കാപ്പിയും ചായയൊന്നും അല്ല ആവശ്യം. കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കുക, പിന്നെ മോനുകുട്ടിനെ ഒന്ന് കാണുക. ഉറങ്ങിയായിരുന്നല്ലേ? വാ മോനെ, പതുക്കെ പതുക്കെ. മോനു, നമുക്ക് കാറില് നമ്മുടെ വീട്ടിൽ പോവാം. നിങ്ങളെക്കുറിച്ച് എല്ലാം ഞാൻ ആനയോട് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ചില സംശയങ്ങളൊക്കെ ആനയ്ക്ക് ബാക്കിയുണ്ടാവും. സംശയങ്ങളല്ല, എന്നാലും ഇതൊന്നും സാധാരണ നടക്കാറുള്ള കാര്യങ്ങളല്ലല്ലോ. എല്ലാം ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി മാത്രം. എന്ത് വേണമെങ്കിലും ചോദിക്കാം ഫാദർ. നിങ്ങൾക്ക് ഇപ്പോ കുട്ടികളില്ലെങ്കിലും ഭാവിയിൽ ഉണ്ടായിക്കൂടാ എന്നില്ലല്ലോ. സി മിസ്സസ് ജോണി, ഞാനൊരു ഡോക്ടറാണ്. ഒരു കുട്ടി ഉണ്ടാകാനുള്ള ഭാഗ്യം ഞങ്ങൾക്കില്ല എന്ന് ഉറപ്പായതിനു ശേഷമാണ് അഡോപ്ഷനെ കുറിച്ച് ചിന്തിച്ചത് തന്നെ. ഫാദറിനറിയാലോ. അതുകൊണ്ട് മാത്രം കുട്ടിയുടെ സേഫ്റ്റി ആയില്ലല്ലോ, ഞങ്ങൾ അതും ആലോചിച്ചു. എനിക്ക് കുടുംബ സ്വത്തായി കിട്ടിയ ഒരു എസ്റ്റേറ്റ് ഉണ്ട് വയനാട്ടിൽ. അതിന്റെ പകുതി കുട്ടിയുടെ പേർക്ക് ഇഷ്ടദാനം എഴുതി വച്ചിട്ട് അവനെ ഞങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകും. അഡോപ്റ്റ് ചെയ്താൽ പിന്നെ അവൻ എന്റെ സ്വന്തം മകനല്ലേ. എങ്കിൽ പിന്നെ നമുക്കിന്ന് പിരിയാം. അടുത്ത തിങ്കളാഴ്ച, അങ്ങനെയല്ലേ ഡോക്ടർ പറഞ്ഞത്? ജോണി, എന്നോട് പൊറുക്കണേ. എപ്പോ വേണമെങ്കിലും നിങ്ങൾക്കൊക്കെ അങ്ങോട്ട് വരാം. മോനെ കാണണമെന്ന് തോന്നുമ്പോൾ ഒരു കത്തിട്ടാ മതി, ഞങ്ങൾ ഇങ്ങോട്ടും വരാം. ബന്ധങ്ങളൊന്നും അറ്റുപോയിട്ടില്ല, പോവുകയില്ല.
എന്റെ ഗീവറിസ് പുണ്യാളച്ചോ, ഒരെണ്ണെന്നും പറഞ്ഞ് ഇവിടെ വന്നപ്പോ തനിക്ക് താമൂന്ന് 2 ആമ്പറന്നോന്മാര്, അതിലൊന്ന് ചട്ടനും. നടക്കുകയല്ല, ആ പ്രസ്ഥാനം ഇവിടെ നടക്കുകയല്ല. ഇടോ പറയിച്ച ഞാൻ പറയുന്നത് അച്ഛൻ ഒരു പുല്ലും പറയണ്ട. അതെവിടെ പോ. കൂടെ കളിച്ചു വളർന്നവനാണല്ലോ, നാട്ടുകാരനാണല്ലോ എന്നൊക്കെ ഓർത്താ അച്ഛന്റെ വാക്ക് വിശ്വസിച്ച് ഞാൻ ഇവിടെ വന്നത്. വേവത്തില്ലച്ചോ, ഈ പരിപ്പ് വർഗീസ് കൂനമാവിന്റെ മുതുകത്ത് വേവത്തില്ല. മേരിക്കുഞ്ഞെ എണീച്ചേ. അച്ഛൻ ഇങ്ങനെ ഉടക്കി പിരിഞ്ഞാൽ എങ്ങനെ? നമുക്ക് സംസാരിക്കാം. മേരിക്കുഞ്ഞെ, നീ ഡോക്ടറുടെ റിപ്പോർട്ടോ വൈദ്യരുടെ കുറിപ്പടിയോ എന്തു വെച്ചെന്നെ ബ്ലാക്ക് മെയിൽ ചെയ്താലും ഈ കുഴിയിൽ ഞാൻ വീഴില്ല. ചട്ടനാണെങ്കിലും ചെക്കന് ചാപ്പാടിന് കുറവൊന്നും ഉണ്ടാവില്ല. ഒറ്റയ്ക്കേ ജീവിച്ചു പോവാൻ പാടുള്ള ഈ കാലത്ത് 2 എണ്ണോ? എന്തിനാ അച്ഛോ എനിക്ക് 2 എണ്ണം? ഇടോ ചത്ത് തൊലയുമ്പോ തലയ്ക്കും കാലിനും പിടിക്കാൻ ഓരോന്ന് വേണോടോ. തലയ്ക്ക് പിടിക്കാൻ ഒരുത്തം മതി, കാലിന് നാട്ടുകാർ പിടിച്ചോളും. മേരിക്കുഞ്ഞെ, നീ വരുന്നുണ്ടോ അതോ എന്റെ തനിക്കുണം കാണണോ? അച്ഛോ, ഇത് ഞാനോട് ഇനി സംസാരിച്ചിട്ട് കാര്യമില്ല. പറയുന്നത് വലിയ അന്യായാണെന്നറിയാം. എന്നാലും ഒറ്റയ്ക്ക് കൊടുക്കുവോ ആ ചട്ടില്ലാത്ത കൊച്ചിനെ? മേരിക്കുഞ്ഞെ, ഈ 2 പിള്ളേര് ഇണപിരിയാത്ത കിളികളെ പോലെയാ. ഒരുത്തനെ വേർപിരിക്കാന്ന് പറഞ്ഞാൽ അത് അവരോട് പറയാൻ തന്നെ ബുദ്ധിമുട്ട്. ഇനി അഥവാ പറഞ്ഞാൽ തന്നെ ആന് സമ്മതിക്കുമോ? ഇനി ആന് സമ്മതിച്ചാൽ തന്നെ ആ കുഞ്ഞുങ്ങൾ സമ്മതിക്കുമോ? സമ്മതിച്ചില്ലെങ്കിൽ വേണ്ട. ഇതല്ലാതെ ഒറ്റയ്ക്കുള്ള കേസുകൾ വരുമല്ലോ, സിംഗിൾസ്. അപ്പൊ വിളിക്ക്, ഞങ്ങൾ വരാം. വിട്ടോ, സ്റ്റാൻഡ് വിട്ടോ. എടോ പറയിച്ച, ഞാനേതായാലും അവരോടൊന്ന് സംസാരിച്ചു നോക്കാം. പക്ഷെ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. എനിക്ക് തീരെയില്ല. കരുണ കൊണ്ടൊന്നും പറയാതെ എന്റെ മനുഷ്യ. അച്ഛൻ പോയി സംസാരിക്കേ. ഞാൻ അവരോട് ഇത്തിരി സംസാരിച്ചിരിക്കുകയായിരുന്നു. എൻ്റെ ഒരു പഴയ ചങ്ങാതിയാ. അവർക്ക് കുട്ടികളെ കാണണ്ടേ? കാണണം. പക്ഷെ അതിനു മുമ്പ് എനിക്ക് ആനയോട് കുറിച്ച് സംസാരിക്കാനുണ്ട്. ഒന്ന് വരൂ. ആനിക്ക് മാത്രമല്ല, നമുക്കെല്ലാം വിഷമമുള്ള കാര്യമാണ്. എന്നാലും ഇന്നത്തെ കാലത്ത് ഒരു കുട്ടിയുടെ കാര്യം തന്നെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പിന്നെ 2 പേരെന്നൊക്കെ പറയുമ്പോൾ അതും ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ളൊരു കുട്ടി എന്ന് വെച്ച് അവനെ ഞാൻ ഉപേക്ഷിക്കുകയല്ല. അതിന് പറ്റിയ ആൾക്കാരെ നമുക്ക് വേറെ നോക്കാം. എനിക്കൊന്ന് ആലോചിക്കണം. മതി, ആലോചിച്ച് തീരുമാനിച്ചാൽ മതി. ഏതായാലും അവര് കുട്ടികളെ ഒന്ന് കണ്ടിട്ട് പോയിക്കോട്ടെ, അല്ലേ? നീ എന്തിനാ അതെടുത്ത് വെക്കുന്നത്? അവിടെ വേറെ സ്കൂളല്ലേ, ഇവിടെ വെച്ചോ. ഒന്ന് കീറുമ്പോ നിനക്കിടാവല്ലോ. എന്റെ മോൻ നല്ലോണം പഠിക്കണം. എല്ലാരെ കൊണ്ടും നല്ലത് പറയിപ്പിക്കണം. ആരോടും വഴക്കുണ്ടാക്കരുത്. അവിടെ ഞാൻ ആരോട് വഴക്കുണ്ടാക്കാനാ അമ്മേ? എന്റെ മോനെ, ഞാനെടുത്തോളാം. വേണ്ട, ഞാനെടുത്തോളാം. മോനെ, ഇപ്പൊ പുറപ്പെട്ട കടടയ്ക്കുന്നതിന് മുമ്പ് എനിക്ക് അവിടെ ചെല്ലാം. അച്ചോ, അപ്പൊ എല്ലാം പറഞ്ഞ പോലെ വാ. ആനിയോട് എന്ത് പറഞ്ഞിട്ട് പോണോന്ന് എനിക്കറിയില്ല. എന്തായാലും യാത്ര പറയുന്നില്ല.
കേറ് മോനെ. മക്കൾ എനിക്ക് മൂന്നാ. മൂത്തവൻ ജോസ് കുട്ടി ഒരു വിമാനാപകടത്തിൽ മരിച്ചു. രണ്ടാമത്തവൻ ജോയ് കുടുംബവുമായിട്ട് കാനഡയിൽ സെറ്റിൽ ചെയ്തു, അവിടുത്തെ പൗരത്വമായി. പിന്നെ മോളി, അവളും കുടുംബവും അമേരിക്കയിലാണ്. അതും ഇപ്പോഴത്തെ പരുവം കണ്ടിട്ട് അവിടെയൊക്കെ തന്നെ ഉറയ്ക്കുന്ന മട്ട. പിള്ളേരെ കാര്യം നിർബന്ധിക്കുന്നുണ്ട്. എന്നാലും വയ്യാതെ കിടക്കുന്ന അന്നാമ്മയും കൊണ്ട് ഞാൻ എങ്ങോട്ട് വരും? മരിക്കുന്നെങ്കിൽ ഈ നാട്ടിൽ കിടന്നു മതി. ഒന്ന് മിണ്ടാനും പറയാനും പോലും ആരും ഇല്ലാത്ത അവസ്ഥയിലാ അവറാച്ചനും കൊച്ചമ്മയും. ഞാൻ ഈ കാര്യം സൂചിപ്പിച്ചപ്പോ തന്നെ എടിപിടിയെന്നും പറഞ്ഞ് ചാടി പുറപ്പെടുകയായിരുന്നു. ഒരുപാട് കാലമായിട്ട് ഞങ്ങളുടെ ആലോചനയുള്ള വിഷയമാ താൻ വന്ന് പറഞ്ഞത്. കുഞ്ഞിന് എന്നോടൊന്നും ചോദിക്കാനില്ലേ? എനിക്ക് ആനിയമ്മയുടെ മകളെ ഞങ്ങളുടെ സ്വന്തം മകളെ പോലെ വളർത്തും. ഞങ്ങളുടെ കാലം കഴിഞ്ഞാലും അവളുടെ 3 തലമുറയ്ക്ക് കഴിയാനുള്ളത് അവിടെ ഉണ്ട്. അതൊക്കെ നിയമപരമായി അവളുടെ പേരിലേക്ക് ആക്കും. മക്കളെ സ്നേഹിച്ച് ഞങ്ങൾക്ക് ഒരു തീർന്നില്ലേ അനിയമ്മേ? എനിക്ക് അടുത്ത ആഴ്ച വരാൻ മോളെ. അവളവിടെ മീനു മോളെ. മീനു, അടുത്ത ആഴ്ച വരാൻ മോളെ. ഞാൻ പോകുന്നില്ല. പോവാതെ പിന്നെ? അമ്മയെ റോണി ഒറ്റയ്ക്കാക്കിട്ട് ഞാൻ എങ്ങോട്ടും പോകത്തില്ല, അത് ഉറപ്പാ. മോളല്ലേ മൂത്തത്? ഇളയ കുട്ടികളെ കൂടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് നീയല്ലേ? അമ്മയ്ക്ക് ഇങ്ങനെ വയ്യാതിരിക്കുമ്പോ ഞാൻ എങ്ങനെയാച്ചാ ഇട്ടേച്ച് പോണത്? എനിക്ക് ആരുടെയും വീട്ടിൽ പോണ്ട, ആരുടെയും മോളായിട്ട് കഴിയണ്ട. ഞാൻ കൂടി പോയ പിന്നെ എന്റെ അമ്മയ്ക്ക് ആരാ? അതോർത്ത് മോള് വിഷമിക്കണ്ട. ആനയുടെ എല്ലാ കാര്യങ്ങളും നോക്കാൻ ആളെ ഏർപ്പാടാക്കുന്നുണ്ട്. എല്ലാം നല്ലതിനാണെന്ന് വിചാരിക്ക്. അവര് കൊണ്ടുപോകാൻ വരുമ്പോ മോള് മറുത്തൊന്നും പറയരുത്. അത് ഞങ്ങൾക്കും ആനയ്ക്കൊക്കെ വിഷമാവും. എന്നാ പിന്നെ അമ്മയുടെ കാലം കഴിയുന്നവരെങ്കിലും ഞാൻ കൂടി നിന്നോട്ടെ അച്ഛോ. എന്റെ മോളെ, നീ അച്ഛനെ ഇങ്ങനെ വിഷമിപ്പിക്കാതെ. കണ്ണടയുന്നതിന് മുമ്പ് നിങ്ങളൊക്കെ എത്തേണ്ട കൈകളിലെത്തി എന്നൊരു സമാധാനം അമ്മയ്ക്ക് വേണ്ടേ? അവര് നിന്നെ പൊന്നുപോലെ നോക്കിക്കോളും. ഇനി മോളൊന്നും പറയരുത്. അമ്മ ഇനി ഈ കണ്ണീര് കാണരുത്. വാ മോളെ. മനസ്സിലായില്ലേ അമ്മച്ചി? ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. മോളിഞ്ഞ് വന്നേ, ഞാൻ എൻ്റെ കുഞ്ഞിനെ ശരിക്കൊന്ന് കാണട്ടെ. നിനക്കിനി എന്നും കുന്തും 24 മണിക്കൂറും കാണാമല്ലോ. അവൾ നമ്മളെ കൂടെ അല്ലേ? അവൾ ക്ഷീണിച്ച് വന്നിരിക്കുക. വാ മോളെ, മോളെ മുറി കാണിക്ക. ഇതാണ് മോളുടെ മുറി. മോക്ക് കുളിക്കോ വല്ല വേണമെങ്കിൽ ആയിക്കോ. വല്ലാത്ത വിശപ്പ്.
കാലത്ത് 8:30 അവിടെ നിന്ന് പുറപ്പെട്ടല്ലേ? കാല് വയ്യാത്തത് ഇപ്പൊ നന്നായി ഇല്ലേമ്മേ? അതെന്താ മോനെ അങ്ങനെ പറഞ്ഞേ? ഇല്ലെങ്കിൽ നീ ആരെങ്കിലും കൊണ്ടുപോകത്തില്ലായിരുന്നു? എനിക്കിപ്പോ അമ്മയുടെ കൂടെ തന്നെ കഴിയാമല്ലോ. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഇനി കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ബോഡി റിജക്റ്റ് ചെയ്യുന്നു. ഞാനൊരു പെയിൻ കില്ലർ എഴുതിയിട്ടുണ്ട്. വേദന വരുമ്പോൾ ഓരോന്ന് കഴിക്കുക. അനി, വളരെ അത്യാവശ്യമില്ലെങ്കിൽ ഇനി ഹോസ്പിറ്റലിലേക്ക് വരണമെന്നില്ല. അനിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ട്രീറ്റ്മെന്റ് ഈസ് ഓവർ. ടേക്ക് റെസ്റ്റ്. സഹായത്തിന് ആരെങ്കിലൊക്കെ ഉണ്ടാവുമല്ലോ. വിവരങ്ങൾ ഞാൻ അന്വേഷിച്ചോളാം. അമ്മയുടെ പ്രിയപ്പെട്ട മീനുവിന്, മോൾക്ക് അമ്മയുടെയും റോണിയുടെയും ഹാപ്പി ക്രിസ്മസ്. മോൾക്കും അവിടെ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ടോണിയുടെയും മോനുവിൻ്റെയും വീട്ടുകാരുടെ കത്തുകൾ വന്നിരുന്നു. എല്ലാവർക്കും സുഖം തന്നെയാണ്. മോനും ഇപ്പം ശരിക്കും ഇണങ്ങിയെന്ന കത്തില്. അമ്മയ്ക്കൊരാഗ്രഹം, ഈ വരുന്ന ക്രിസ്മസിന് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടണം ഇവിടെ, ഈ വീട്ടിൽ. നിങ്ങളെല്ലാം നേരിൽ കണ്ട് ക്ഷണിക്കാൻ ഞാനും റോണിയും കൂടി വരുന്നുണ്ട്. ഞാൻ വരുമ്പോൾ എല്ലാവരുടെയും മേൽവിലാസങ്ങൾ കൊണ്ടുവരാം. അമ്മയുടെ കാലം കഴിഞ്ഞാലും സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം മുറിയാതെ നീ നോക്കണം. ഇടയ്ക്കിടെ പരസ്പരം എഴുതണം. സാധിക്കുമ്പോഴൊക്കെ തമ്മിൽ കാണണം. അമ്മയില്ലാതാകുമ്പോൾ എന്റെ സ്ഥാനത്ത് വരേണ്ടത് മോളാണ്. റോണിയുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് എനിക്ക് വിഷമം. ഫാദർ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ ഒന്നും അങ്ങോട്ട് ശരിയായിട്ടില്ല. കാല് വയ്യാത്ത അവനെ സ്വീകരിക്കാൻ ആളുകൾ മടിക്കുന്നു. അതൊക്കെ പോട്ടെ. ഞാൻ അതും ഇതുമൊക്കെ എഴുതി മോളെ വിഷമിപ്പിച്ചോ? കത്ത് നീട്ടുന്നില്ല. ഉടനെ നേരിൽ കാണാമല്ലോ. സ്നേഹപൂർവ്വം, അമ്മ. പാടി കേഴുന്നുവോ പാടി കേഴുന്നുവോ പൂവും വിട ചൊല്ലുന്നുവോ നിന്റെ പുൽക്കൂട്ടിലെ കിളി കുഞ്ഞുറങ്ങാൻ താരാട്ടു പാടുന്നതാരോ പാടി കേഴുന്നുവോ പൂവും വിട ചൊല്ലുന്നുവോ താരകൾ ഓരമ്മ പെറ്റോരുണ്ണികൾ അവരൊന്നു ചേർന്നോരങ്കണം നിൻ കണ്ണിനെന്തുത്സവം കന്നിത്തേനൂറും ചൊല്ലുണ്ടോ
വന്നു വീണ്ടും ഈ വഴി വിട ചൊല്ലുവാനായി മാത്രമോ നാം ഒന്നു ചേരും ഈ വിധം. അമ്മ കൈകിളി ചൊല്ലു നീ ചൊല്ലു, ചെല്ല കുഞ്ഞുങ്ങൾ എങ്ങു പോയി അവരൊന്നു ചേരില്ലൂ. ഒരു ദിവസം, ഒരൊറ്റ ദിവസം കൂടി എനിക്ക് വേണ്ടി, ഒരിക്കൽ കൂടി എനിക്കെന്റെ കുഞ്ഞുങ്ങളെ കാണണം. ഒരു ദിവസം കൂടി എനിക്ക് ജീവിക്കണം. മറ്റൊന്നും എനിക്ക് ചോദിക്കാനില്ല. ഒരു ദിവസം, ഒറ്റ ദിവസം. മലമടക്കിൽ ഹല്ലേലൂയാ ഹല്ലേലൂയാ, മണ്ണിനും വിണ്ണിനും മന്ദാസം പൊഴിക്കും മധുര മനോഹര ഗാനം. മണ്ണിനും വിണ്ണിനും മന്ദാസം പൊഴിക്കും മധുര മനോഹര ഗാനം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.
മണ്ണിൽ ഹല്ലേലൂയ ഹല്ലേലൂയ മണ്ണിനും വിണ്ണിനും സന്തോഷം പൊഴിക്കും മധുരമനോ